ഹലോ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കടലക്കറിയും ദോശയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് കടലയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും സവോളയും നമ്മൾ കുറച്ച് ഗരം മസാല പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് കടുവൊക്കെ താളിച്ച് നമ്മൾ റെഡിയാക്കി. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ രാവിലെയാണ് മാവ് അരയ്ക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല പുളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ദോശയും കടലക്കറിയും ഇവിടെ സെറ്റായി. അപ്പോൾ ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആപ്പിൾ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മിൽക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് ഓട്സും അതുപോലെ തന്നെ ബദാമും ഞാൻ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കേട്ടോ. അതിലേക്ക് ഒരു 3 ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ, പിന്നെ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെർവ് ചെയ്തു. അപ്പം നമ്മുടെ അത്യാവശ്യം ഒരു ഗ്ലാസ് അത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും സൂപ്പറായിരുന്നു കേട്ടോ. സ്മൂത്തി ഒന്നും ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷേ ഇത് ഹെൽത്തിയാണ്, എന്നാൽ ടേസ്റ്റ് ഉണ്ട് താനും. നമ്മുടെ വയറ് നിറയും കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് വയറ് നിറയും. അങ്ങനെ നമ്മൾ സ്മൂത്തിയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഞ്ചിന് ടൈം ആയപ്പോഴത്തേക്കിനും അതിന് നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു കാജു കത്തില ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാഷ്യൂനട്ടൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. അതിനിടയ്ക്ക് ഒരു കേക്കൊക്കെ കഴിച്ചു. അത് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മളിത് ഷുഗർ സിറപ്പ് റെഡിയാക്കി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ നമ്മുടെ നെയ്യ് പിന്നെ അരച്ച് വെച്ച് ക്യാഷ്യൂനട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ടെടുത്ത് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ബട്ടർ പേപ്പറോ വല്ലതും എടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് റോൾ ചെയ്ത് പരത്തി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസും കൂടെ കഴിച്ചു. ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ.